നമ്മൾ ജഡത്തിന്റെ ഇഷ്ടം നമ്മൾ കളിക്കുകയും ചെയ്യും. കർത്താവിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കും അല്ലേ? എത്രയോ വർഷം കൊണ്ട് കാത്തിരുന്ന ഹന്ന നോക്കി പ്രതിയോഗിയുമായിട്ട് ദിനംപ്രതി മല്ലുയുദ്ധമായിരുന്നു. അവസാനം കരട് പ്രാർത്ഥിച്ച് ദൈവം പ്രവർത്തിച്ചു. കിട്ടിയ കൊച്ചിനെ കൊണ്ട് ഓടി എങ്ങോട്ടാ പോയത്? നിങ്ങൾ പറയുന്നേ, ഒരു വർഷം കഴിഞ്ഞപ്പോ എങ്ങോട്ടാ പോയി? ശീലോകിൽ പോയി. എവിടെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു അവിടേക്ക് പോയിട്ട് പുരോഹിതന്റെ ബൈബിള് വ്യക്തമായിരിക്കുന്നു. കുഞ്ഞിന്റെ മുലകുടി മാറിയതിനു ശേഷം കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ ആരെ ഇഷ്ടത്തിന് വളർത്തിയത്? നമ്മുടെ കർത്താവിന്റെ ഇഷ്ടത്തിന് വളർത്തിയ തലമുറയെ സ്വർഗം വാങ്ങിക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വളർത്തുമ്പോഴാണ് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസമുണ്ട്. പക്ഷെ കുഞ്ഞു വളരുന്നില്ല. അവൻ മേൽക്കുമേൽ താഴ്പോട്ട് പോകുന്നു. അവൻ ലോകത്തിന്റെ സകല ഭക്ഷണത്തിലേക്ക് പോകുന്നു. അവൻ കാര്യമെന്താ? നമ്മുടെ ഇഷ്ടം വെളിപ്പെടുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് പ്രശസ്തിയില്ല. ഭവനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാം നമ്മുടേത്. ആ വാക്യം നമ്മൾ ലാസ്റ്റ് വായിച്ചെങ്ങനെയാണ്? അവൻ ഒന്ന് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-20. പരിശുദ്ധാത്മാവിന്റെ മണ്ഡലബന്ധം നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദേവതയുടേവനാകിയ നിങ്ങളുടെ ശരീരത്തിലാണെങ്കിലും ഉങ്ങളാവിയാണെങ്കിലും ശരീരങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടും. നമ്മൾ കുടുംബത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജഡചിന്തയ്ക്ക് പ്രശസ്തിയില്ല. പിന്നെ എവിടെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയെങ്കിൽ വാതിക്കൽ ഭവനത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭവനമാകുന്ന ജഡത്തിൻ്റെതല്ല. നമ്മൾ പിന്നെയോ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്? ആ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ചിന്ത ആലയത്തിലേക്ക് പോകേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലയത്തിലേക്ക് ബൈബിളും കൊണ്ട് പോകുമ്പോൾ അവൻ പോകുന്ന വഴിക്കായിട്ടവരെ നിങ്ങളുടെ ആരാധന ചേച്ചി എങ്ങോട്ട് പോകുന്നു? ഞാൻ ആലയത്തിലേക്ക് പോകുന്നു. കുറച്ച് സമയം നിന്നേ അവരെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. അങ്ങോട്ട് പോകാനാണെങ്കിൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോലെ ആരുടെ ആയത്? ദൈവത്തിലായ നമ്മൾ ആ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്താതിരിക്കേണ്ടതിന് വഴിയിൽ ജഡത്തിന്റെ ശക്തി നമ്മെ പോലാണ്. അപ്പോഴാണ് 1-ാം സങ്കീർത്തനം വായിക്കണം. എന്താണ്? മനസ്സിലാക്കുക, ദുഷ്ടന്റെ ആലോചന അനുദിനത്തിന്റെ പുറകെ നിന്നെ ഭാവിയുടെ വഴിയിൽ ഇരുത്തിക്കൊണ്ട് നിന്റെ ഉദ്ദേശശുദ്ധിയെ കെടുത്തുന്നവർ പോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെയൊക്കെ നോക്കി പരിശുദ്ധമ പറയുകയാണ്. നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ ഭാഗ്യം പോലെ എന്ത്? ആ ഭവനത്തോട് തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞ് നോക്കണ്ട, വേണ്ട, നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ എങ്ങോട്ടാ നോക്കാറുള്ളത്? എബ്രായർ 12:1, 2 വായിക്കുമ്പോൾ എന്താ പറയുന്നു? അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരെയും അവയെ ശ്രദ്ധിച്ചു നോക്കുകയെ. ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടവരെ നോക്കിക്കൊള്ളണം. നോട്ടം വിട്ടുപോകരുത്. നോട്ടം തകർക്കാൻ തക്കവണ്ണം വഴിയിൽ ചില പതിയിരിപ്പുകൾ ഉണ്ടെന്ന് പരിശുദ്ധമ പറയുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ആരാധിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ വഴിയിൽ പതിയിരിപ്പുകളെ കണ്ടിട്ട് അങ്ങനെ വിളിച്ച് നിങ്ങളുടെ സമയങ്ങളെ കളയുന്ന ചില സമ്പന്നം തോപ്പിയാകും. വഴിയിൽ പതിയിരിപ്പുണ്ടെന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകർക്കാലം ഇരിക്കുന്ന ഈ സഭയോട് പരിശുദ്ധമ പറയുകയാ. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ കെടുത്തുവാൻ പതിയിരിക്കുന്ന പിശാചിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കരുതിക്കൊള്ളണം. കർത്താവെ കാക്കണമെന്ന് പറയാൻ കർത്താവ് കാക്കത്തില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതല്ല, പിന്നെ കർത്താവിൻ്റെതാണ്. കർത്താവിന്റെ ആണെങ്കിൽ ആ ഇഷ്ടത്തിന് വേണ്ടി ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞു നോക്കുന്ന ആളുകൾ വിട്ടുവിട്ടുകൊണ്ട് കർത്താവെ കാക്കണമേ. ഞാൻ അവരോട് കൂടി ഒന്ന് സംസാരിച്ചില്ല കേട്ട അക്കൈ സുഖമില്ലാതെ നോക്കി കേട്ടു. നീ പോകാൻ വേണ്ടിയിരിക്കുന്നത് എവിടെയാണ്? പള്ളിയിൽ പോകാൻ വേണ്ടിയിരുന്നതാണ്, അക്കരെ കാണാൻ വേണ്ടിയല്ല. ഭവനത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ജലത്തിന്റെ ഇഷ്ടത്തിലേക്ക് പോകാൻ അക്കനെയും അപ്പച്ചനെയും അപ്പൂപ്പനെയും കാണാൻ പോകരുത്. പിന്നെ എങ്ങോട്ട് പോകാനാ ഭവനത്തിൽ ഇറങ്ങിയത്? അപ്പൊ വഴി തെറ്റിക്കുന്ന ചിലത് എന്താ മനസ്സിലാകും?
പറഞ്ഞാലോ ദൂത് വല്ല ഉള്ളതാണോ? ദൂത് വല്ല വാസ്തവമാണെങ്കിൽ സ്വപ്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥന അഴിയത്തുള്ളൂ. ചില കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? നാം താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ നമ്മുടേതല്ല. ബുദ്ധിയുള്ള ആരാധനയാണ്.